വടകര വില്യാപ്പള്ളിയിൽ RJD പ്രവർത്തകന് വെട്ടേറ്റു. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി MTK സുരേഷാണ് വെട്ടേറ്റത്. സുരേഷിനെ ആക്രമിച്ച പ്രതി ലാലു എന്ന ശ്യാമിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, എന്തെങ്കിലും രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുകയായിരുന്നു അവിടെ? വില്യാപ്പള്ളി ടൗണിൽ വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയാണ് മനക്കൽ താഴേക്കുനി MTK സുരേഷിനാണ് വെട്ടേറ്റത്. കൈക്ക് ഗുരുതരമായ പരിക്കുണ്ട്. വടിവാൾ ഉപയോഗിച്ചിട്ടാണ് വെട്ടിയത്. സംഭവം തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൈക്ക് പരിക്കേറ്റത്. താലൂക്ക് ആശുപത്രിയിൽ സുരേഷിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ ഈ പ്രതിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലാലു എന്ന ശ്യാം ലാലാണ് വെട്ടിയതെന്നാണ്, ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. വിഷയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് RJD യുവജന സംഘടനയുടെ വില്യാപ്പള്ളി കുളത്തൂരിൽ ഒരു പഠന ക്യാമ്പിലെ വേദി തീയിട്ട് നശിപ്പിച്ച സംഭവത്തിലും ഈ ലാലു കേസിലെ പ്രതിയായിരുന്നു. പക്ഷേ ലാലുവിനെ അറസ്റ്റ് ചെയ്യാനോ തുടർ നടപടികൾ എടുക്കാനോ ഒന്നും പോലീസ് തയ്യാറായിരുന്നില്ല. ഇതാണ് വീണ്ടും അക്രമത്തിലേക്ക് നയിച്ചത്. പോലീസിന്റെ അനാസ്ഥയാണെന്ന് ഇപ്പോൾ RJD ആരോപിക്കുന്നുണ്ട്. പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് അവിടെ വില്യാപ്പള്ളി റോഡ് ഉപരോധിച്ചുകൊണ്ട് RJD പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. RJD നേതാവ് മനേത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് RJD ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പരിക്ക് സാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ചികിത്സ വിധേയനാക്കുന്നുണ്ട് സുരേഷിനെ. ശരി, മനക്കൽ താഴേക്കുനി MTK സുരേഷ് എന്ന RJD പ്രവർത്തകനാണ് വെട്ടേറ്റത്. ക്രിമിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്യാം എന്നയാളാണ്.